ഇവൻ EMI അടയ്ക്കാണ്ട് പൈസ ഇല്ലാതെ ഇറങ്ങിയാന്ന് തോന്നുന്നു. ഇങ്ങനെ വല്ല റീച്ച് കൂട്ടിയിട്ട് ഇവൻ കളിപ്പീരുകാരൻ, ഇവൻ തട്ടിപ്പാണ്. എന്നെ കഴിഞ്ഞ സീസണിൽ ഇതാണൊക്കെ വിളിച്ചൊന്ന് കോൺട്രാക്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ചാനലിന്റെ പേര് ഏഷ്യാനെറ്റ് എന്നല്ലേ, സുപ്രീം കോടതി നല്ലല്ലോ. പേടിച്ചൂറി എന്ന് പറഞ്ഞാൽ നല്ല പേടിച്ചൂറിയാ എന്ന് ഇവന് നഷ്ടപ്പെടാൻ കുറെ ഉണ്ട് താനും. നിനക്കെതിരെ പറയാൻ പല ആൾക്കാർക്ക് പേടിയായിരിക്കും, കാര്യം നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടെന്നുള്ള ചിന്ത കൊണ്ടാണ് കുമാർ നിനക്കെതിരെ പറയാൻ ഭയപ്പെടുന്നത്. എനിക്കൊരു വെണ്ടക്കയില്ല. എന്നിട്ട് അവൻ പറയാം അവന് വെണ്ടയ്ക്ക നഷ്ടപ്പെടാനില്ല, അവൻ ഭയങ്കര ധൈര്യശാലിയാ, അവൻ വീരശൂര പരാക്രമിയാ. പെണ്ണുങ്ങളെ കൂടെ വിളിച്ച് കടത്തിയിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് അല്ലെങ്കിൽ മത്സരാർത്ഥികളെ കാശും മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നാരത്തരമാകരുത് ഒരു ഷോ. അതുപോലെ തന്നെ സ്ത്രീ സംരക്ഷണം എല്ലാം ഇപ്പൊ ഏറ്റെടുത്തേക്ക് നാളെ പോലെ ഇവൻ ബിഹേവ് ചെയ്യുന്നു. പക്ഷെ ഇവൻ ഇതൊന്നും അല്ല, ഇവൻ ഭയങ്കര ഭീരുവാ. അവൻ എന്തെങ്കിലും പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. ഇവൻ ബിഗ് ബോസ് വെച്ച് മധുവിനെ അതിശയിപ്പിച്ചൊരു സംഭവം ഉണ്ട്. അങ്ങനത്തെ കോമഡി പറയും. വളരെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെ അടിക്കത്തുള്ളൂ. ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ മരണപ്പെട്ട മധുവിന്റെ അവസ്ഥ വരും ആൾക്കാർ ഇവിടുത്തെ ബിഗ് ബോസ് അതൊരു തമാശയാണോ? മനസ്സിലായി. ഇവൻ എവിടെ നിന്നാലും ഇവൻ ഇങ്ങനത്തെ ഒരു ക്ലാസ് പ്രശ്നമുണ്ട്. മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ ഇട്ടേക്കാണ് 50ാമത്തെ ദിവസം. ഇവനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ലേ ഇവന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവൻ നേരത്തെ തൊട്ട് ഇവൻ ഇങ്ങനത്തെ കൂതറപ്പണിയും ഇത്തിരി നാറിയ കേസും പിടിച്ച് നടക്കുന്നവനാ. മോഹൻലാൽ എന്താ നിന്റെ കളിപ്പാവളോ? ഏറ്റവും കൂടുതൽ ഇപ്പൊ സംശയിക്കുന്ന മോഹൻലാലിനെ ഇവൻ കാരണം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. യവന്മാര് കൂടെ കിടക്കാൻ വിളിച്ചിട്ടുള്ള പെണ്ണുങ്ങൾ ഉൾപ്പെടെ, ഇവന്മാര് കാശ് മേടിച്ച് ഇവന്മാര് കാണിച്ച നാർത്തര ഉൾപ്പെടെ ഞാൻ പറയും. ആ കേസിന് ഇത്ര സില്ലിയായിട്ട് അഖിൽമാരാർ വന്ന് ഇടയ്ക്ക് നിന്ന് വീഡിയോയിലെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാലൊന്നും നടപടിയാകുന്ന സംഭവമൊന്നും അല്ല. ഇപ്പൊ അജിന്റെ കേസ് വന്നപ്പോ ഇവൻ പറയുന്നത് എന്തോ അവനിങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന്. അവൻ പോയിട്ട് ചോദിക്കുകയാണ്, അഖിൽമാരാർ പറഞ്ഞല്ലോ ബിഗ് ബോസിലെ മത്സരാർത്ഥികളൊക്കെ കടന്നു കൊടുത്തിട്ടാ പോണെന്ന്. പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത് അവൻ എങ്ങനെയാ പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ പാടാ. കാരണം ഇവൻ പറയുന്നത് വെച്ചിട്ട് ഏഷ്യാനെറ്റിൽ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു അവിടുത്തെ സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ട്. അല്ല, അഖിൽമാരാർ പറയുന്നത് ഞാൻ എല്ലാ സ്ത്രീകളും പറ്റിയല്ല പറഞ്ഞത്. അവൻ എല്ലാ സ്ത്രീകളെ പറ്റി അല്ല പറഞ്ഞത്. പക്ഷെ നമ്മളെല്ലാരും മനസ്സിലാക്കുന്നത് വെച്ചിട്ട് ഏത് സ്ത്രീയെ പറ്റിയാ പിന്നെ പറഞ്ഞത്? അത് ഓൺലൈൻ മീഡിയ ക്രിയേറ്റ് ചെയ്ത വാർത്തയാണെന്നാണ്. അങ്ങനെ പറ്റത്തില്ല. അവൻ പറഞ്ഞത് അങ്ങനെയാ. അത് കേട്ടാ അറിയാം. ഈ നമ്മുടെ ഹൈദരാലി കുത്തി ചോദിക്കുന്നുണ്ട്. ഹൈദരാലി ഇങ്ങനെ ചോദിക്കും, പേര് പറ അങ്ങനെ. അതല്ല എൻ്റെ മൊബൈലിൽ മെസ്സേജ് ഉണ്ട്. പിന്നെ അവനെ വേറെ മാറ്റി പറയും. അത് വീണ്ടും പറയും അതെന്താണ് നിങ്ങൾ ഭയക്കുന്നുണ്ടോ? അതുകൊണ്ട് എനിക്കാരെയും ഭയമൊന്നുമില്ല, പക്ഷെ അതുകൊണ്ട് മറ്റവർക്ക് പ്രശ്നമാവും, ഇവർക്ക് പ്രശ്നമാവും എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഈ പീഡിപ്പിച്ചവൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന ഒരു ചേട്ടന് പ്രശ്നമാവും. ഇവൻ ഇത്രയും വലിയ പുള്ളിയാ. ഇവൻ അജിനെ ചീത്ത വിളിക്കുന്നു. മോഹൻലാൽ പാവം നല്ലവനും ഇവിടെ ഒരുത്തരെ അടിച്ചു കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ പച്ചക്കറിക്കടെ വന്നിട്ട് പറയാ ഈ തക്കാളിയൊക്കെ ചീഞ്ഞ തക്കാളി എടുത്ത് ഞാൻ മാറ്റട്ടെ എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് അത്രയ്ക്ക് ഉളുപ്പില്ലാത്തവൻ. ഇവൻ എന്ത് വിളിച്ചു പോകുന്നു? ഇവൻ എന്ത് പറയുന്നത്? ഇവൻ വലിയ വീരനാന്നാ പറയുന്നത്. ഇവൻ കളിപ്പീരുകാരൻ, ഇവൻ തട്ടിപ്പാണ്. അല്ലെങ്കിൽ ഇവൻ ഇതിനകത്ത് ഇപ്പം ഇടപെടേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ നമ്മളൊരു വലിയൊരു കേസ്, പീഡന കേസിന് അത്രയും വലിയ കേസൊന്നും ഇല്ല. അതിനകത്തൊന്ന് മാറ്റി അജിനങ്ങനെ പറഞ്ഞത് ശരിയായില്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, അവൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ കേട്ടവർക്കെല്ലാം മനസ്സിലായതാ. ഏഷ്യാനെറ്റിലെ കുറച്ച് ആളുകൾ വിളിച്ചുകൊണ്ട് പോയി ഇവിടുത്തെ പെൺകുട്ടികളൊക്കെ വിളിച്ച് അപ്പുറത്തെ മുറിയിൽ നിന്ന് ചായ കുടിച്ചൊന്നും ആർക്കും തോന്നുന്നില്ല. അങ്ങനെ തോന്നിയാൽ ഇത് അത്ര വലിയ സിവിയർ ഇഷ്യൂ അല്ല. എന്തൊക്കെയോ വിളിച്ചു പറയുക വന്നിരുന്നുണ്ട്. എന്നിട്ട് തൊട്ടപ്പുറത്തിരുന്നവൻ അവൻ എന്തോ ചോദിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ നേരെ അവനെ തല്ലും. എന്നാ പിന്നെ ഇവനെ എന്നാ പീഡിപ്പിച്ചവനെ തല്ലരുതോ? അതാണ് അതിനുള്ളതൊന്നും ഇല്ല. അവൻ ഈ പറഞ്ഞ പോലെ വീരനെ പോലെ അഭിനയിച്ച് നടക്കുന്ന ഒരു വീരു, അത്രേ ഉള്ളൂ ആഖിൽമാരാർ. പിന്നെ ഈ ഓൺലൈനിൽ കിടന്ന് ഇതുപോലെ വീഡിയോ ഒക്കെ ഇട്ട് വീം വിളക്കും. ഞാൻ മറ്റവനാണ്, എന്റെ വീട് കയറി താമസത്തിന് വീഡിയോ ഉണ്ട്, എല്ലാവരും വന്നതാണ്. ആരാടാ പറഞ്ഞ ഞാൻ ഫീൽഡ് ഔട്ട് ആയെന്ന്? ആറാട്ടൻ ചോദിക്കുന്ന പോലെ ആരാ പറഞ്ഞ ആ ഫീൽഡ് ഔട്ട് ആയെന്ന് ആരാ പറഞ്ഞത്? അത് ഈ അഖിൽമാരാറും ആറാട്ടനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അഖിൽമാരാറ് അത്രയ്ക്ക് ഇങ്ങോട്ട് എത്തിയിട്ടില്ല, ആറാട്ടന്റെ ലെവലിലോട്ട് എത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. അവൻ എത്തുന്നുണ്ട്, അവിടെ വരെ എത്തും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അഖിൽമാരാർ ഒരുപോലത്തെ റേഞ്ചിലെത്തും. ഒരു വിഷയത്തിനെ മാക്സിമം അങ്ങ് പൊലിപ്പിച്ച് റീച്ച് കൂട്ടി ഷൈൻ ചെയ്യാൻ നിൽക്കുന്നത്, അത്രേ ഉള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് എപ്പോഴും അത്ര അതിൽ കൂടുതലൊന്നും അവൻ ഇവിടെ വന്ന് ഒരു ചുക്കും ചെയ്തിട്ടുള്ളവനൊന്നും അല്ല. ഈ അഖിൽ എന്തോ ചെയ്തേക്കുന്നത്? ഇവൻ EMI അടയ്ക്കാണ്ട് പൈസ ഇല്ലാതെ ഇറങ്ങിയാന്ന് തോന്നുന്നു. ഇങ്ങനെ വല്ല റീച്ച് കൂട്ടിയിട്ട് എന്തെങ്കിലും പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.